ഈ ബെയിലിൻ ദാസിനെതിരെ ബാർ കൗൺസിലിന്റെ നടപടി വന്നിരിക്കുകയാണ്. ഇയാളെ ബാർ കൗൺസിലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. സാരി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സാരി, ഇന്നലെ ബാർ അസോസിയേഷനിൽ നിന്ന് ഈ ബെയിലിൻ ദാസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ബാർ കൗൺസിലും നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. അതായത് ബാർ കൗൺസിൽ ഒരു അഭിഭാഷകൻ തൻ്റെ തൊഴിൽപരമായ ഏതെങ്കിലും ദുഷ്പ്രവൃത്തി ചെയ്താൽ നടപടി എടുക്കേണ്ട സമിതി വേദി എന്ന് പറയുന്നത് ബാർ കൗൺസിലാണ്. ബാർ കൗൺസിലാണ് യഥാർത്ഥത്തിൽ അഭിഭാഷക വൃത്തിക്ക് അയാൾ നിയോഗിക്കുന്നത്, സനത് നൽകുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാർ കൗൺസിലിനാണ് ഈ പരാതിക്കാരിയെ ആയ അഭിഭാഷക പരാതി നൽകിയിരുന്നത്. ആ പരാതി സ്വീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നടപടിയിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ അനൗദ്യോഗികമായി ബാർ കൗൺസിൽ അംഗങ്ങൾ യോഗം ചേർന്ന് ഇയാൾക്കെതിരെ നടപടിക്ക് തീരുമാനിച്ചിട്ടുണ്ട്. 3 മണിക്ക് ഔദ്യോഗികമായി യോഗമുണ്ട്. അതിൽ ഔദ്യോഗികമായി അറിയിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഇയാൾ സസ്പെൻഡ് ചെയ്താൽ ഇയാൾക്ക് കോടതിയിൽ വരാനോ കോടതിയിൽ വന്ന് ഉള്ള അഭിഭാഷക വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ കഴിയില്ല. പക്ഷേ അതുകൊണ്ട് നടപടി അവസാനിപ്പിക്കില്ല. അന്വേഷണ കമ്മീഷനെ നിയോഗിക്കും. ഇയാളിൽ നിന്ന് വിശദീകരണം തേടും. ഇയാളുടെ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഇതിൽ കൃത്യമായി തെളിവെടുപ്പ് കാര്യങ്ങൾ ഒക്കെ നടത്തിയതിന് ശേഷം ഇയാളുടെ അഭിഭാഷക വൃത്തിയെ തന്നെ ബാധിക്കുന്ന നടപടികളിലേക്ക് വേണമെങ്കിൽ ബാർ കൗൺസിലിൽ കടക്കാം. അതാണ് നിയമം. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ ഇയാൾ കുറ്റവാളിയാണെന്ന് കണ്ടാൽ കർശന നടപടി ഉണ്ടാകും എന്നാണ് ബാർ കൗൺസിൽ ഭാരവാഹികൾ അടക്കമുള്ളവർ അല്പം മുമ്പ് നമ്മോട് പറഞ്ഞത്. ഏതായാലും ഇയാൾക്കെതിരെ നടപടി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അല്പസമയത്തിനകം തന്നെ നടപടി എടുത്തുകൊണ്ടുള്ള ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ബാർ കൗൺസിൽ പുറത്തിറക്കുകയും ചെയ്യും. അതിനു മുമ്പ് ബാർ കൗൺസിൽ യോഗം ചേർന്ന് ഇയാളെ ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടുതൽ നടപടികൾ തെളിവെടുപ്പിനും അന്വേഷണത്തിനും ശേഷം. ഏതായാലും മർദ്ദനത്തിനിരയായ പരാതിക്കാരിയായ അഭിഭാഷകയുടെ പരാതി തന്നെയാണ് ഈ നടപടിക്ക് ആധാരം. ഒപ്പം തിരുവനന്തപുരം ബാർ അസോസിയേഷനോടും സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ശരി, സലീം മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.